ഹലോ നമസ്കാരം. ഗ്രേറ്റ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം. മറ്റൊരു പ്ലസ് 1 ക്ലാസ്. അപ്പോൾ നമ്മൾ സൺറൈസ് ഓൺ ദ ഹിൽസ് ആദ്യം 18 വരി, പിന്നെ നമ്മൾ 12 വരി, അങ്ങനെ ദീർഘമായ 2 സ്റ്റാൻസുകൾ പഠിച്ചു. അപ്പോൾ എല്ലാവരും അത് വർക്ക് അയക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. റിൻസി മാത്രമാണ് ഇപ്പോൾ കറക്റ്റായിട്ട് അയക്കുന്നത്. മറ്റുള്ളവർക്ക് എന്താണ് അയക്കാൻ ബുദ്ധിമുട്ട് എന്നുള്ള കാര്യം ഒരു വോയിസ് മെസ്സേജ് ഇടുക. അപ്പം നമുക്ക് അത് കാണുന്നുണ്ട് എന്ന് മനസ്സിലാവും. മറ്റുള്ളവരെ അറിയിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, അല്ലെങ്കിൽ എഴുതി വെച്ചിരുന്നാൽ മതി. പലപ്പോഴും വരുമ്പോൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുക. അധ്യാപകർ വരുമ്പോൾ കൊടുത്ത് കറക്റ്റ് ചെയ്യിപ്പിക്കാം. അല്ലെങ്കിൽ സ്കൂള് തുറക്കുമ്പോൾ ഉള്ള ട്യൂഷൻ തുറക്കുമ്പോൾ അതെല്ലാം എഴുതി വെച്ചെന്ന് കാണിക്കുക. പക്ഷെ എന്ത് ചെയ്യുന്നു എന്ന് അറിയിക്കണം. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാനൊക്കെ തടസ്സമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ അറിയണം. ഓക്കെ, എഴുതി അയക്കാൻ പറ്റുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ കാര്യം ചെയ്ത് കറക്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ വെച്ചിരുന്നിട്ട് അറിയിച്ചാലും മതി. അങ്ങനെ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. തുറന്ന് പ്രവർത്തിക്കുമ്പോൾ ഒന്നിച്ച് കാണിക്കാവുന്ന രീതിയിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ അസൗകര്യം ഉണ്ടെങ്കിൽ അത് അറിയിക്കണം എന്തായാലും. ഓക്കെ, അപ്പോൾ നോക്കുക. സൺറൈസ് ഓൺ ദ ഹിൽസ്. ഇനി ലാസ്റ്റ് കുഞ്ഞ് സ്റ്റാൻസാണ്. If thou art worn and hard beset with sorrows that thou wouldst forget. അതിൻ്റെ അർത്ഥം നോക്കുക. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റാൻസയും പ്രകൃതിയെക്കുറിച്ചിങ്ങനെ വർണ്ണിച്ച് സന്തോഷകരമായ മായാജാലത്തെക്കുറിച്ചിങ്ങനെ പറഞ്ഞ് വളരെ മനോഹരമായിട്ട് പറഞ്ഞു വന്നതിന് ശേഷം ഇനി അദ്ദേഹം നിങ്ങളോട് ചൂണ്ടിപ്പറയാണ്. ഇഫ് ദൗ ആർട്ട്, ദൗ യു, ആർട്ട് ആർ, നിങ്ങൾ എന്തിയാണെങ്കിൽ, ഇഫ് ദൗ ആർട്ട് വോൺ. വോൺ എന്ന് പറയുന്നത് തേഞ്ഞു പോകുക. ഓണൗട്ട് കേട്ടില്ല, ഓണൗട്ട് ടൂൾസ് തേഞ്ഞു പോയ, ഇവിടെ തളർന്നു പോകുക. നിങ്ങൾ തളർന്നുവെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മാനസിക അസ്വസ്ഥതകളുണ്ടെങ്കിൽ, മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ആൻഡ് ഹാർഡ് ബിസെറ്റ്, വളരെയധികം നിങ്ങൾ ടയേർഡായിട്ടുണ്ടെങ്കിൽ. ഹാർഡ് ബിസെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അവശൻ, ടയേർഡ്, അവശനായിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ തളർന്നുവെങ്കിൽ, നിങ്ങൾ അവശനായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തളർന്നുവെങ്കിൽ, അവശനായിട്ടുണ്ടെങ്കിൽ. വിത്ത് സോറോസ്, എന്തുകൊണ്ട്? ദുഃഖങ്ങൾ കൊണ്ട്. ദാറ്റ് ദൗ വുഡ്സ്റ്റ് ഫർഗെറ്റ്, നിങ്ങൾക്ക് മറക്കാനാകാത്ത ദുഃഖം, നിങ്ങൾക്ക് മറക്കാനാകാത്ത ദുഃഖം ഏതെങ്കിലും ഉണ്ടെങ്കിൽ. 2 വരി നമ്മൾ നോക്കി പറയാണ്. ഇഫ് ദൗ ആർട്ട് വോൺ ആൻഡ് ഹാർഡ് ബിസെറ്റ്, ഇഫ് യു ആർ മോർ ടയേർഡ് ആൻഡ് മോർ ലുക്കിംഗ് വിത്ത് ബാഡ് ഇംപ്രഷൻസ് ഓർ any sorrows or any kind of difficulties, and you have any forgetting sorrows, നിങ്ങൾക്ക് മറക്കാനാകാത്ത ദുഃഖമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ക്ഷീണമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, മാനസികമായി തകർന്നിരിക്കുന്നുണ്ടെങ്കിൽ, അതാണ് അവിടെ തളർന്നു പോകാൻ നമുക്ക് മാനസികമായ തകർച്ച, വിഷമമുണ്ടെങ്കിൽ. ഇഫ് thou wouldst read a lesson that will keep. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വിഷമങ്ങളുണ്ടെങ്കിൽ, ചിലർക്ക് ചില വിഷമം വരാണെങ്കിൽ ഉടനെ പുസ്തകം എടുത്ത് വായിക്കും. പുസ്തകം എടുത്ത് വായിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും കിട്ടുമോ, ആ കിട്ടലിലൂടെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ മാറുമോ എന്നൊരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ദുഃഖമോ വിഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ,
ഇഫ് ദൗ വുഡ്സ്റ്റ് റീഡ് എ ലെസൺ, നിങ്ങളൊരു പാഠം പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ, ദാറ്റ് വിൽ കീപ്, അത് നിങ്ങളെ ആ വായന, ഇഫ് ദ വുഡ്സ്റ്റ് റീഡ് എ ലെസൺ, നിങ്ങൾക്ക് ഒരു വായന ഇല്ലെങ്കിൽ എന്നാണ് അർത്ഥം. നിങ്ങൾ വായിക്കുന്നില്ലെങ്കിൽ, ദാറ്റ് വിൽ കീപ്, നിങ്ങൾക്ക് അത് ആത്മാവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഉണർത്തിയില്ലെങ്കിൽ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ ദുഃഖമോ വിഷമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മറക്കാനകത്ത് ദുഃഖമുണ്ടെങ്കിൽ, ആ ദുഃഖത്തെ വായനയോ മറ്റും അത് മാറ്റിയില്ലെങ്കിൽ, ഇഫ് ദൗ വുഡ്സ്റ്റ് റീഡ് എ ലെസൺ, അങ്ങനെ ഉള്ള ദുഃഖങ്ങൾ നിങ്ങൾക്ക് വായനയിൽ കിട്ടിയില്ലെങ്കിൽ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഫ് യു ഡോണ്ട് ഗെറ്റ് എനിത്തിങ് ഫ്രം ദ ലെസൺസ്, ഫ്രം ദ റീഡിങ്സ്, ദാറ്റ് വിൽ കീപ്, നിങ്ങളുടെ മനസ്സിനെ ഉണർത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ അത് സന്തോഷിപ്പിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് അവിടെ നിന്നൊരു സുഖ അനുഭൂതി കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യണം? ദേ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ്, ദൈ സോൾ ഫ്രം സ്ലീപ്പ്. ദൈ ഹാർട്ട്, നിന്റെ ഹൃദയത്തെ, ഫ്രം ഫെയിൻറ്റിങ്, ഫെയിൻറ്റിങ് എന്ന് ഉത്തേജിപ്പിക്കുക, ഹൃദയത്തെ ഉത്തേജിപ്പിക്കുക. ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ്, നിനക്ക് ആ ഉറക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ സോൾ ഫ്രം ആ മയക്കത്തിൽ നിന്ന് ആത്മാവിനെ നിനക്ക് ഉത്തേജിപ്പിക്കുവാനായില്ലെങ്കിൽ, ഗോ ടു ദ വുഡ്സ് ആൻഡ് ഹിൽസ്, നീ വനത്തിലും കുന്നുകളിലും പോകൂ. അവിടെ ആ വനത്തിലും കുന്നുകളിലും പോകുമ്പോൾ യു വിൽ ഗെറ്റ് നോ ടീയേഴ്സ്, ഒരു കണ്ണുനീര് വരില്ല. ഡിം, കണ്ണീര് കൊണ്ട് ഒന്നും നിങ്ങളെ മറയ്ക്കത്തില്ല. കണ്ണ് നിറയുമ്പോൾ കണ്ണിങ്ങനെ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് മങ്ങുമല്ലോ. അങ്ങനെ ഒന്നും അവിടെ മറയില്ല. ദ സ്വീറ്റ് ലുക്ക് ദ നേച്ചർ റിവീഴ്സ്, നിങ്ങൾക്ക് പ്രകൃതി വളരെ മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് തരും. ആ കാഴ്ച കൊണ്ട് നിങ്ങളുടെ കണ്ണുനീര് എല്ലാം തുടച്ചു മാറ്റപ്പെടും, നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പോയി കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഫിലോസഫിക്കൽ ടച്ചാണ് അദ്ദേഹം തരുന്നത്, എ ഫിലോസഫിക്കൽ വിഷൻ. വാട്ട് ഡസ് ദ ഫിലോസഫിക്കൽ വിഷൻ ദാറ്റ് ദി ഓഥർ ഗിവ് ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസ. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾക്കിഷ്ടം പോലെ ദുഃഖമുണ്ടെങ്കിൽ, നിങ്ങൾക്കിഷ്ടം പോലെ ക്ഷീണമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് വായനയിൽ ലഭിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ അത് തട്ടി ഉണർത്തിയില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ അതൊന്നും ഉത്തേജിപ്പിച്ച്, നിങ്ങളുടെ ആത്മാവിൻ്റെ ഉറക്കത്തിൽ നിന്ന് അതൊന്നും നിങ്ങൾ ഹൃദയത്തിനെ ഉത്തേജിപ്പിച്ചില്ലെങ്കിൽ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഫീൽ sorry about that, you don't feel difficulty of that difficulties, you don't bother about their difficulties. You just go to the jungles and hills, വനങ്ങളിലും കുന്നുകളിലും നിങ്ങൾ പോകൂ. അവിടെ പോയിരുന്നാൽ the beauty of nature will fill your mind. ആ പ്രകൃതി രമണീയത നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ തട്ടുണർത്തും. There will be no tears. No tear will dim your mind. അവിടെ കണ്ണീരുണ്ടാവില്ല. പക്ഷെ അവരുടെ കണ്ണീരുണ്ടെങ്കിൽ ആ കണ്ണീരെല്ലാം ഈ പ്രകൃതി രമണീയതയിൽ അതെല്ലാം വറ്റി വരണ്ടുപോയി നിങ്ങൾ സന്തോഷമാകുന്ന ആത്മാവ്, നിങ്ങൾക്ക് മനസ്സ് ഉണക്കുന്ന ഒരു ആത്മാവ്, നിങ്ങൾക്ക് സന്തോഷം, ജീവിതത്തിലെ ദുഃഖഭാരങ്ങളിൽ നിന്നും ഉള്ള സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും എന്ന് അദ്ദേഹം അവസാനം നമുക്ക് ഒരു തത്വജ്ഞാനി എന്ന രീതിയിൽ അദ്ദേഹം പറയുകയാണ്. ഒരു തത്വ ചിന്ത നമ്മുടെ മുമ്പിൽ എടുത്തിടുകയാണ്. അപ്പോൾ ഇവിടെ ആ ദുഃഖവും പരാധീനതയും പ്രശ്നങ്ങളെല്ലാം മനുഷ്യൻ്റെതാണ്, മനുഷ്യൻ്റെ കൂടപ്പിറപ്പുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. യു ജസ്റ്റ് ഗോ ടു ദ ടെമ്പിൾസ്. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ അതെല്ലാം താനേ മറന്നു. പ്രകൃതി നമുക്ക് അതെല്ലാം കനിഞ്ഞു നിന്നിരിക്കുകയാണ്. അത് കണ്ടില്ലേ, നമുക്ക് നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ബീച്ചുകളിൽ പോകും, പല സ്ഥലങ്ങളിൽ പോകും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നമുക്കതെല്ലാം പാടെ മറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഉല്ലാസയാത്രകളാണ്. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഉല്ലാസ യാത്ര നിങ്ങൾ പ്രകൃതിയിലോട്ട് അലിയൂ, നിങ്ങൾ പ്രകൃതിക്ക് ഇണങ്ങൂ. അവിടെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അവിടെ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവില്ല. നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അവിടെ അലിഞ്ഞ് ഇല്ലാതാവും. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള 4 ലൈൻ.
4 6 വരി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 18, 12, 6 ഈ രീതിയിലാണ് ഈ സ്റ്റാൻസ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ ഫോക്കസ് ഓൺ ദ ലൈൻ സീക്വൻസ്. അപ്പോൾ ഇഫ് ദ വാട്ട് വോൺ ആൻഡ് ഹാർഡ് ബിസെറ്റ് വിത്ത് സാറോസ്, അപ്പോൾ ദുഃഖങ്ങൾ കൊണ്ട് നിങ്ങൾ ക്ഷീണമോ വിഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ദൗ വുഡിസ്റ്റ് ഫർഗറ്റ്, അത് മറക്കാനാകാത്തതെങ്കിൽ, ഇഫ് ദൗ വുഡിസ്റ്റ് റീഡ് എ ലെസൺ, ഒരു പുസ്തകം വായിച്ച് അങ്ങനെ നിനക്ക് ആ വിഷമങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒന്നും നിങ്ങൾക്ക് മറക്കാനായില്ലെങ്കിൽ, ദാറ്റ് വിൽ കീപ്, അത് നിങ്ങൾ ആത്മാവിനെ ഉണർത്തിയില്ലെങ്കിൽ, നിങ്ങൾ ആത്മാവിനെ സന്തോഷപ്പെടുത്തിയില്ലെങ്കിൽ, ദ ഹാർട്ട് ഫ്രം ഫെയിൻറ്റിങ് ആൻഡ് ദൈ സോൾ ഫ്രം സ്ലീപ്പ്, നിങ്ങളുടെ ഹൃദയത്തെ അതൊന്നും നിങ്ങളുടെ ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്നതായില്ലെങ്കിൽ, അപ്പം നിങ്ങളുടെ മനസ്സിന് ഒരു സുഖവും കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ വിഷമോ ബുദ്ധിമുട്ടോ എന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് ചിലർ വായനയായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ വായനയിലൂടെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ മനസ്സിനെ അതിന് സന്തോഷിപ്പിക്കാനായില്ലെങ്കിൽ, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. യു ജസ്റ്റ് ഗോ ടു ദ വുഡ്സ്. നിങ്ങൾ വുഡ്സിൽ പോകൂ, വനത്തിൽ പോകൂ, ഹിൽസിൽ പോകും, കുന്നുകളിൽ പോകും. അവിടെ നിങ്ങൾ കണ്ണീരെല്ലാം അപ്രത്യക്ഷമാവും. അവിടെ സങ്കടം എന്നുള്ള വാക്കേയില്ല. അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ. ആ സന്തോഷം തരുന്നവരാണ് പ്രകൃതി. The nature will give you the beauty, the happiness, everything that will freeze the hot-tempered mind of you, and that will give all kind of relief. എല്ലാവിധ ആശ്വാസവും നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ലാസ്റ്റിലെ സ്റ്റാൻസ വളരെ പ്രസക്തമാണ്. ചിലപ്പോൾ പരീക്ഷ ചോദിക്കും, അസസ് ദ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ് ഓഫ് ദ ലാൻഡ്സ് ലാസ്റ്റിൽ. അപ്പോൾ ഇവിടെ ദുഃഖഭാരങ്ങളെല്ലാം കാട്ടിട്ട്, ദുഃഖഭാരങ്ങളെല്ലാം ത്യജിച്ചു, എനിക്ക് വരി അറിഞ്ഞൂട കേട്ടോ, യേശുദാസിൻ്റെ ഒരു പാട്ട്, ദുഃഖഭാരങ്ങളെല്ലാം തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ടില്ല. അങ്ങനെ ദുഃഖഭാരങ്ങളെയെല്ലാം നിങ്ങളെടുത്ത് ചുമക്കേണ്ട ആവശ്യമില്ല. ദുഃഖഭാരങ്ങളെയെല്ലാം നിങ്ങൾ കൊണ്ട് നേരെ പ്രകൃതി കൊടുക്കുകയാണെങ്കിൽ, ആ പ്രകൃതി ഈ ദുഃഖഭാരങ്ങളെല്ലാം മാറ്റുകയും സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് നിങ്ങൾക്ക് തരികയും അതിലൂടെ നിങ്ങൾക്ക് മാനസിക ശാരീരിക ഉല്ലാസം ലഭിക്കുകയും ചെയ്യും. ഡോണ്ട് ഫർഗെറ്റ് ദി ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇനി നമുക്ക് ബിസെറ്റിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അഫക്റ്റ് സംബഡി, അതായത് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ഷീണം വിഷമം ഉണ്ടാക്കുക എന്നർത്ഥം. ഇനി നോക്കുക, ആക്ടിവിറ്റി നോക്കുക. ഇനി നമ്മൾ ആക്ടിവിറ്റിയിലോട്ട് പോവുകയാണ്. ഒന്ന്, ലുക്ക് അറ്റ് ദ എക്സ്പ്രഷൻസ്. ആക്ടിവിറ്റി 1. ഇനി നിങ്ങൾക്ക് ജോലിയാണ് ഇഷ്ടം പോലെ. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദ എക്സ്പ്രഷൻസ് സെർവൻസ് വൈഡ് ആർച്ച്, റിട്ടേണിംഗ് മാർച്ച്. What does the poet describe here? What else does it remind to you? അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ലാംഗ്വേജ് എക്സസൈസിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ദ നേച്ചേഴ്സ് ബ്യൂട്ടി, ദ ഇൻഫിനിറ്റ്, ദ സീനറി, നേച്ചേഴ്സ് സീനറി ബ്യൂട്ടി, സ്കൈ മീറ്റ്സ് ദ എർത്ത്, അല്ലേ? സൂര്യൻ 2 ഭാഗങ്ങളിൽ എർത്ത്, ഒന്ന് ഈവനിങ് സ്കൈ ആൻഡ് ആൾസോ ഇൻ ദി early morning sky. That was beautifully sketched by the author. The infinite sky and anandamaya kidakunna ആകാശം, and a vast and a soul in human being. അതിൽ അലിഞ്ഞു കിടക്കുന്ന ആത്മാവ് മാനവികതയും ഒക്കെ. അതിൽ ഹെവൻസ് വൈഡ് ആർച്ച്, സ്വർഗത്തിലെ ചക്രവാളം, ആർച്ച് പോലെ കിടക്കുന്ന ചക്രവാളം. അപ്പോൾ ഇത് അത് scenery beauty of nature, and also it emphasizes and he touches the meeting of sky in the early morning, and also a meeting of earth with the sky in the early morning and evening. രണ്ടും ഇവിടെ നമുക്ക് കാണാം. കാരണം ഈവനിങ് റിട്ടേൺ കഴിഞ്ഞാണ് സൂര്യൻ രാവിലെ എണീറ്റ് വരുന്നത്. അപ്പോൾ ഈവനിങ് പോകുമ്പോൾ അവിടെ ഭൂമിയായിട്ട് അത് മുട്ടിയിട്ട് ആണ് അദ്ദേഹം പിന്നെ ഈസ്റ്റിൽ അതിൽ ആ ഭൂമിയിൽ നിന്ന് തന്നെ വരുന്നത്. അതൊരു സീനറിക് ബ്യൂട്ടിയാണ്. അത് ശാസ്ത്രീയമായിട്ട് തെറ്റാണെങ്കിലും ഓക്കെ. അപ്പോൾ അത് ഇൻഫിനിറ്റ് സ്കൈ, വാസ്റ്റ്നെസ് ഓഫ് ദി സ്കൈ, അതൊക്കെ നമുക്ക് പറയാം.
picturing of scenery, nature's beauty, the rising sun, and also the sunset. Sunsetനെ കുറിച്ച് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കും. The meeting of earth with the sky, evening beauty, and also in the morning beauty. The sun embracing the day, the dawn, and also sun descending the day. ഇതൊക്കെ നിങ്ങൾക്ക് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അത് പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ നോക്കുക, കമൻറ്റ് ഓൺ ദ എക്സ്പ്രഷൻ സോഫ്റ്റ് ഗെയിൽസ്. അത് നമ്മൾ പറഞ്ഞതാണ്. കമൻറ്റ് ഓൺ ദ എക്സ്പ്രഷൻസ് അത് ഇളം കാറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സോഫ്റ്റ് ഗിൽസിന് അദ്ദേഹം ഇവിടെ പറയുന്നത് രാവിലെ വനത്തിലൂടെ ഉണ്ടാകുന്നത് സാധാരണ സ്ട്രോങ് കാറ്റുകളാണ് സാധാരണ ഉണ്ടാകുന്നത്. വനത്തിലുണ്ടാകുന്ന ശക്തമായ കാറ്റുകളാണ്. പക്ഷെ ശക്തമായ കാറ്റുകൾ രാവിലെ ഉണ്ടാകുന്നെങ്കിലും പക്ഷെ അത് സോഫ്റ്റ് ഗെയിൽസ് ആയിട്ടാണ് കാണുന്നത്. കാരണം ഇറ്റ് ഈസ് എൻജോയബിൾ. വനത്തിലൂടെ തട്ടി ഇഷ്ടംപോലെ ചെതറി ഈ കാറ്റ് വളരെ സോഫ്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ സോഫ്റ്റ് ഗെയിൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ഗിവിങ് റിലീഫ് ടു വ്യൂവേഴ്സ് മൈൻഡ്. അത് ശ്രവിക്കുന്ന ആസ്വദിക്കുന്ന മൈൻഡിന് ആശ്വാസം കൊടുക്കുന്നതാണ് സോഫ്റ്റ് ഗെയിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻജോയബിൾ വിൻഡ്, ഈവൻ ദോ ഇഫ് ഇറ്റ് ഈസ് എ സ്ട്രോങ് വിൻഡ് ആൾസോ. അത് സ്ട്രോങ് വിൻഡ് ആണെങ്കിലും അത് എൻജോയബിൾ ആണ്, റിലീവബിൾ ആണ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി വാട്ട് മേക്സ് ദ ഗ്ലോറി ഓഫ് ദ ക്ലൗഡ് സ്പീഡ്. അത് നമുക്ക് ഗ്ലോറി ഓഫ് ദ ക്ലൗഡ് സ്പീഡ്, ഈ മേഘത്തിൻ്റെ ഗ്ലോറി, മഹത്വം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശം നടിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെ എഴുതാം? ബിക്കോസ് ഓഫ് ദി സൺസെറ്റ്, ബിക്കോസ് ഓഫ് ദി സൺറൈസ്, നോട്ട് സൺറൈസ്. ഈ സൂര്യോദയത്തിൻ്റെ ആ പ്രകാശകിരണങ്ങൾ കൊണ്ട് അത് ഇങ്ങനെ ഫെയ്ഡായിട്ട് മാറുന്നു. ഇനി അടുത്ത് വാട്ട് പിക്ചർ ഓഫ് ദ വാലി ഈസ്, വാട്ട് ആർ ദ ക്ലൗഡ്സ് കമ്പയർഡ് ടു. അത് നമ്മൾ പഠിച്ചതാണ്. ഹോസ്റ്റ് ഇൻ എ ബാറ്റിൽ, ലൈക്ക് എ ഹോസ്റ്റ് ഇൻ എ ബാറ്റിൽ ഓവർ ത്രോൺ. അപ്പോൾ പരാജയമടഞ്ഞ പോരാളിയെ പോലെ, അത് നമ്മൾ പഠിച്ചതാണ്. കാരണം ഈ ക്ലൗഡ്സ് എല്ലാം തെന്നി മാറി മൗണ്ടൻസിൽ വന്ന് കുന്തമനകൾ ചെന്ന് ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതൊക്കെ ഒരു പേഴ്സോണിഫിക്കേഷൻ കൊടുത്ത് അദ്ദേഹം പറയുന്നതാണ്. ഇതിനടുത്ത് വാട്ട് പിക്ചർ ഓഫ് ദി വാലി ഈസ് അൺവേർഡ്. പിന്നെ ആ താഴ്വരയിൽ എന്തൊക്കെയാണ്? ക്ലൗഡ്സ് ലിഫ്റ്റഡ്, മേഘങ്ങൾ പൊങ്ങുന്നു. പിന്നെ നമ്മളെന്താ കണ്ടത്? റിവർ ഡാർക്കൻഡ്, നദി ഇരുളാവുന്നു. ഡ്യൂ ടു ദ വുഡ്, തിക്നെസ് ഓഫ് ദി വുഡ്, വനത്തിൻ്റെ കാഠിന്യം കൊണ്ട് താഴ്വര, നദി ഒക്കെ ഇരുട്ടായിട്ട് മാറുന്നു. മേഘം മുകളിലോട്ട് പൊങ്ങുന്നു. അതാണ് വാലിയിൽ അൺവിലീകരിക്കുന്നത്. ഇനി ഹൗ ഡസ് ദ വാലി റെസ്പോണ്ട് ടു ദ റൈസിങ് സൺ. വാലി എങ്ങനെയാണ് റൈസിങ് സണ്ണിന് റെസ്പോണ്ട് ചെയ്യുന്നത്? കാരണം ദ സോഫ്റ്റ് ഗെയിൽസ് kisses the soft gills, the rice kisses the soft gills. It also kisses the leaves and also the symptoms of bell ring in the valley, wild horns. പിന്നെ അത് കഴിഞ്ഞ് തിൻ സ്മോക്ക്. ഇതൊക്കെ റൈസിങ് സണ്ണിൻ്റെ അല്ലെങ്കിൽ ഏർലി മോർണിംഗിൻ്റെ, റൈസിങ് സൺ എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗിൻ്റെ സിമ്പിളായിട്ടാണ് അത് കാണിക്കുന്നത്. അവിടെ ഗ്രാമം മണി മുഴങ്ങുന്ന സംഗീതം നമ്മൾ കേൾക്കുന്നു. മൂങ്ങ ശബ്ദം ഉണ്ടാക്കുന്ന നമ്മൾ കേൾക്കുന്നു. പുക, മേഘങ്ങളൊക്കെ കാഠിന്യം കുറഞ്ഞായിട്ട് മനസ്സിലാകുന്നു. മേഘങ്ങളെ ഈ കിരണങ്ങൾ ബ്രൈറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ കിസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ അവിടെ എഴുതുക. വാട്ട് മെസ്സേജ് ഡസ് ദ പോയറ്റ് കൺവേ. അപ്പോൾ ഇതിലെന്താണ് മെസ്സേജ് അദ്ദേഹം തരുന്നത്? അപ്പോൾ അദ്ദേഹം തരുന്നത് എൻജോയ്മെൻറ്റ് ഓഫ് ബ്യൂട്ടി, ട്രാവലിംഗ്. അപ്പോൾ ട്രാവലിംഗ് ആൻഡ് എൻജോയ്മെൻറ്റ് ഓഫ് നേച്ചർ ദാറ്റ് കൺസോൾ ദ സാറോ ഇൻ അവർ മൈൻഡ്. നമ്മുടെ മനസ്സിലുള്ള ദുഃഖഭാരങ്ങളെല്ലാം അലിഞ്ഞു പോകുന്ന
കാഴ്ചയാണ് പ്രകൃതി തരുന്നത്. അപ്പോൾ പ്രകൃതിയിൽ നിങ്ങൾ യാത്ര മാക്സിമം നിങ്ങൾ യാത്ര ചെയ്യുക, പ്രകൃതിയുമായിട്ട് ഇണങ്ങുക, പ്രകൃതി എൻജോയ് ചെയ്യുക. അപ്പോൾ ട്രാവലിംഗ് ആൻഡ് എൻജോയിങ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ, ഇറ്റ് കൺസോൾസ് ദ സാറോസ് ഓഫ് ഹ്യൂമൻ ബീയിങ്. അപ്പോൾ അതാണ് മെസ്സേജ്. ഇനി ലാസ്റ്റ്, ആർ ഓൾ ദ 3 stanzas of equal length? Why do you think the last stanza is short when compared to the previous stanzas? അപ്പോൾ നമ്മളെ അപ്രീസിയേഷനിലൊക്കെ ഇത് നമ്മൾ പറയേണ്ടതാണ്. ഇതെല്ലാം അപ്രീസിയേഷനിൽ വരുന്ന പോയിന്റുകളാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞാൽ അപ്രീസിയേഷൻ പൂർണ്ണമാവില്ല. പോയിന്റ് ഡിവൈസസ് ആക്ടിവിറ്റി 2 ആണ്. ആക്ടിവിറ്റി 1 ആക്ടിവിറ്റി 2 എടുത്താലേ അപ്രീസിയേഷൻ പൂർണ്ണമാവുള്ളൂ. നോക്കി, ആർ ദ 3 stanzas ആർ ഈക്വൽ ഇൻ സ്ട്രെങ്ത്? 3 stanza ഈക്വൽ ആണോ? അല്ല. ഫസ്റ്റ് stanza 18 lines, സെക്കൻഡ് stanza 12 lines, തേർഡ് stanza 6 lines. The first 2 stanzas are lengthy, which delights, which are lengthy and in delighting mood. അത് സന്തോഷിപ്പിക്കുന്ന മാനസികാവസ്ഥയിലാണ് ആദ്യത്തെ 2. സന്തോഷിപ്പിക്കുന്ന ലെങ്തി ആയാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ദുഃഖങ്ങളാണ് നമ്മളെ മനസ്സിനെ അലട്ടുന്നത്. സന്തോഷം എത്ര വേണം നീണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ depiction of nature ആണ് ഫസ്റ്റ് 2 stanzas, because it is emphasizing of delightful mood. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന പ്രവണതയാണ് ഫസ്റ്റ് 2 stanzയിലും കാണുന്നത്. It is lengthy, it is delightful, and it depicts nature, which give our mind every kind of enjoyment. In the last stanza is short. It focus on readers. അത് വായനക്കാരെയാണ് ലക്ഷ്യമിടുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ റീഡേഴ്സ്. യു എന്ന് അഭിസംബോധന ചെയ്യാണ്. നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾക്ക് ദുഃഖമുണ്ട്, ജീവിതത്തിൽ ഇഷ്ടം പോലെ ദുഃഖമുണ്ട്, ദുഃഖഭാരം ഉണ്ടാവും, വെറുപ്പുകളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും. അത് വായനയിലൂടെ കിട്ടിയില്ലെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ അതിന് ഉത്തേജിപ്പിക്കാനായില്ലെങ്കിൽ, നിങ്ങൾ എവിടെ പോകും? നിങ്ങൾ പ്രകൃതിയിലോട്ട് മടങ്ങുക, പ്രകൃതിയെ കാണുക, പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുക. അപ്പോൾ ഒരു ഫിലോസഫിക്കൽ. അപ്പോൾ പ്രകൃതി വിൽ ഗീവ് ഓൾ കൈൻഡ്സ് ഓഫ് റിലീഫ്. ചില തത്വജ്ഞാനികൾ പറയുന്നത് പോലെ ജീവിതം ദുഃഖമയമാണ്. ബുദ്ധൻ്റെ പ്രസംഗം കേട്ടിട്ടില്ല നിങ്ങൾ? ദുഃഖത്തിനെല്ലാം കാരണം ആഗ്രഹങ്ങളാണ്. നിങ്ങളെല്ലാ ആഗ്രഹങ്ങളും തേച്ചുകൊണ്ട് നിങ്ങൾ കാട്ടിൽ പോയി തപസ്സരിക്കൂ. നിങ്ങൾ സന്യാസ ജീവിതം നയിക്കൂ. സന്യാസ ജീവിതം എന്തോന്നാണ്? കാട്ടിലെ ജീവിതമാണ്. എൻജോയ്മെൻ്റ് ഓഫ് ബ്യൂട്ടി. അപ്പോൾ ഇറ്റ് ഈസ് സംതിങ് എ റിലീഫ് ഓഫ് സോറോസ് ഓഫ് ഹ്യൂമൻ മൈൻഡ് by observing, by enjoying the beauty of nature. അതാണ് ലാസ്റ്റ് ആൻസർ. ഇറ്റ് ഈസ് എ ഫിലോസഫിക്കൽ ടച്ച്, എ ഫിലോസഫിക്കൽ ഇംപ്രഷൻ on human being. It focus on human beings, human life. Human life is full of sorrows and miseries, and that can be eliminated by observing, by enjoying the beauty of nature. That was the 3rd stanza. അപ്പോൾ ആക്ടിവിറ്റി 1 എല്ലാം അറ്റൻഡ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. ഈ 2 മാർക്ക് വെച്ചാണ് തരുന്നത്. 16 മാർക്കായി. ഇനി ആക്ടിവിറ്റി 2 നോക്കുക. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. യു മേ ആൾസോ ലിസൺ ടു ദ റിസൈറ്റൽ ഓഫ് ദി പോയം. അപ്പം നിങ്ങൾ ഈ പാട്ട് പഠിച്ചു കേട്ടു. നൗ ഡിസ്കസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ആൻസർ ദ ക്വസ്റ്റ്യൻസ്, ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എന്നിട്ട് താഴെ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ കേൾക്കുക, കേട്ട് ആൻസർ കണ്ടെത്തുക. കമൻ്റ് അറ്റ് ദ മ്യൂസിക്കൽ ക്വാളിറ്റി ഓഫ് പോയം. ഈ പോയത്തിൽ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റി ഉണ്ട്, ആലാപന ശൈലിയുണ്ട്, ഒരു ഗാനശൈലിയുണ്ട്. അതെന്താണെന്ന് അറിയാമോ? നല്ലൊരു ആലാപന ശൈലിയാണ്. ദ മ്യൂസിക്കൽ ക്വാളിറ്റി on the mind of a reader. But it gives a musical quality of mind of a reader with so many poetic devices. ഇപ്പം നമുക്ക് അറിയാം, വായിക്കുമ്പോൾ അറിയാം. Heaven's wide arch, glorious the sun return march, bright and soft gales, went forth to kiss the sun-glade veils. സൂര്യഗ്രഹങ്ങളാൽ താഴെ വരെ ചുംബിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് റീഡേഴ്സിന് വളരെയധികം
നമ്മുടെ മനസ്സിന് ഒരു മ്യൂസിക്കൽ, ഒരു ആലാപന, ഒരു പ്രത്യേകമായ ഒരു എന്താ പറയുക മ്യൂസിക്കൽ ഇമ്പാക്റ്റ് നമുക്ക് തരുന്നു. അതെന്തൊക്കെ വിട്ടാണ്? റൈമിങ് സ്കീംസ്, റൈമിങ് വേർഡ്സ്, അസോണൻസ്, പിന്നെ അത് കഴിഞ്ഞാൽ അലിട്രേഷൻസ്, ഇഷ്ടം പോലെ മാർച്ച്, ആർച്ച്, ഗെയിൽസ്, വെയിൽസ്, ലൈറ്റ്, ഹൈറ്റ്, ലെഫ്റ്റ്, ക്ലഫ്റ്റ്, ഡേ, വേ എന്ന് വേണ്ട ഇഷ്ടം പോലെ. നമ്മൾ റൈമിങ് സ്കീം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? എ എ ബി ബി. അപ്പോൾ മ്യൂസിക്കൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫിൽഡ് വിത്ത് മെനി പൊയറ്റിക് ഡിവൈസസ്. ഇഷ്ടം പോലെ ഇത് നിങ്ങൾ എഴുതുക. റീഡേഴ്സിനെ വളരെയധികം സ്വാധീനിക്കുന്ന, അട്രാക്ട് ചെയ്യുന്ന മ്യൂസിക്കൽ ക്വാളിറ്റീസ് ഈ പോയത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കൊടുക്കുക. ഇനി അടുത്ത് ഐഡൻറ്റിഫൈ ദ സിമ്പിൾസ് യൂസ് ഇൻ ദ പോയം. എന്തൊക്കെയാണ് സിമ്പിൾസ്? ഇഷ്ടം പോലെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരേ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഹെവൻസ് വൈഡ് ആർച്ച്, പിന്നെ മൗണ്ടൻസ്, ലാൻസസ്. മൗണ്ടൻസിനെ കുന്തങ്ങൾ എന്ന് പറയുന്നത്, കുന്തമുനകൾ. അവ കുന്തമുനകൾ, മൗണ്ടനാണ് കുന്തമുനകൾ, മൗണ്ടനിലെ അഗ്രങ്ങളാണ് കുന്തമുനകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ സിമ്പിളാണ്. 2 എക്സാമ്പിൾ പറഞ്ഞു തന്നു. പിന്നെ അടുത്ത ഹൗ ഡസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ്. ഫിഗറേറ്റീവ് ലാംഗ്വേജ് ലൈക്ക് ദ സിമിലി മേക്ക് ദ പോയം എഫക്റ്റീവ്. കാരണം ഈ പോയത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഫിഗറേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ പോയറ്റിക് ഡിവൈസസ് തന്നെയാണ്. സൺ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് സൺ മാർച്ചിങ് ലൈക്ക് എൻ എംബറർ ആസ് ഗ്ലോറിയസ്. പിന്നെ ജേർണി, ക്ലൗഡ്സ് ആർ ലൈക്ക് ഹോസ്റ്റ് ടു അവർ ത്രോൺ. പിന്നെ അത് പിനാക്കിൾസ് ആസ് ലാൻസസ്. പിന്നെ അതുപോലെ തന്നെ ദ ജെൻറിൽ സ്വെൽ ടു ദ ആൻസർ ഓഫ് സൺറൈസ്. അപ്പോൾ ഇതേപോലെ ഇഷ്ടം പോലെ ഫിഗറേറ്റീവ് ലാംഗ്വേജ് കാണാൻ സാധിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഗ്ലോറിയസ് മാർച്ച്, സിമിലി, ലൈക്കും ആസും ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം സിമിലിയാണ്. പിന്നെ ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ലൈക്കും ആസും ഉപയോഗിച്ച് പറയുന്നത്, പോയറ്റിക് ഡിവൈസ് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് വളരെയധികം ഇമ്പ്രസീവ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സൺ മാർച്ച് ലൈക്ക് എ എംബറർ, അതാണ് ആദ്യത്തെ പറയുന്നത്. നമുക്ക് വായിക്കാം. വിത്ത് ബാസ് ഗ്ലോറിയസ് ദ സൺ റിട്ടേണിംഗ് മാർച്ച് സ്റ്റുഡ് അപ്പോൺ ഹിൽസ് വെൻ ഹെവൻസ് വൈഡ് മാർച്ച്. അപ്പോൾ അത് ഒരു മഹത്തായ ഒരു സൂര്യൻ്റെ സഞ്ചാരത്തെയാണ് വിജയിച്ച് വരുന്നത് പോലെ ചക്രവർത്തിയുടെ വിജയശ്രീലാളിതനായ ചക്രവർത്തിയുടെ മാർച്ച് പോലൊക്കെ പറയുന്നത്. ഇതൊക്കെ ഫിഗറേറ്റീവ് ലാംഗ്വേജ് വളരെ ഇഫക്റ്റ് ചെയ്യുന്നു. പിന്നെ ദ ക്ലൗഡ്സ് ആർ ലൈക്ക് ഹോസ്റ്റ് ടു അവർ ത്രോൺ, പിനാക്കുലസ് ലാൻസസ്, കുന്തങ്ങളായിട്ട് വിശേഷിപ്പിക്കുന്നത്. ദ ജെൻറിൽ സ്വെൽ, ചെറിയ വിങ്ങൽ, അത് ടു ദ ആൻസർ ഓഫ് സൺറൈസ്, സൂര്യകിരണങ്ങൾ ഇങ്ങനെ വരിക്കുമ്പോൾ അവിടെ ജലതുള്ളികൾക്ക് വിങ്ങൽ ഉണ്ടാകുന്നത്. ഇതൊക്കെ വളരെയധികം രസകരമായി അദ്ദേഹം ഉപയോഗിക്കുന്നതാണ്. ഇനി ഇതിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പിന്നെ ഇമേജറീസ് ഇവിടെ കാണാൻ സാധിക്കും. ഇമേജറീസ്, അതാണ് അടുത്ത് ആക്ടിവിറ്റി 3. അപ്പോൾ ആക്ടിവിറ്റി 2 മനസ്സിലായി. ആക്ടിവിറ്റി 2 1, 2, 3 3 അതിനും ഈ 2 മാർക്ക് ഇതൊക്കെ എഴുതണം. അപ്പോൾ അതിന് 16 6 22 മാർക്കായി. ഇനി ആക്ടിവിറ്റി 3 അപ്രീസിയേഷനാണ്. അപ്രീസിയേഷന് 8 മാർക്ക് തരിക. അപ്പം 30 മാർക്കിനാണ് എഴുതേണ്ടത്. 16 6 22 പിന്നെ 8 മാർക്ക് അപ്രീസിയേഷൻ. പബ്ലിക് പരീക്ഷയ്ക്ക് 7 മാർക്കിനൊക്കെയാണ് അപ്രീസിയേഷൻ തരുന്നത്. ചില സമയത്ത് 8 തരും. ഇപ്പം ഇനി 8 തരികയാണ്. അപ്പോൾ അപ്രീസിയേഷൻ എഴുതിയേക്ക് നോക്കുക. പിക്ക് ഔട്ട് ദ ഡിസ്ക്രിപ്ഷൻ സൈറ്റ്സ് സൗണ്ട്സ് ആൻഡ് മൂവ്മെൻറ്റ്സ് ഇൻ ദ പോയം. ഇതൊക്കെ പോയറ്റിക് ഡിവൈസസിൽ പോയറ്റിക്കിൻ്റെ പ്രത്യേകതയാണ്. അസോണൻസ് ഉണ്ട്, പിന്നെ അലിട്രേഷൻ ഉണ്ട്, റൈമിങ് സ്കീമുണ്ട്, റൈമിങ് വേർഡ്സ് ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചോളണം. സൈറ്റ് എന്താകുന്നത് ഒരെണ്ണം പറയുന്നുണ്ട്. ഗ്ലോവുഡ് ദ റിച്ച് വാലി.
അപ്പോൾ ഇതൊക്കെ ഇമേജറീസാണ്, പ്ലെൻറ്റി ഓഫ് ഇമേജറീസ്. അതിൽ നിങ്ങൾക്ക് കണ്ട വിഷ്വൽ ഇമേജറി, ഓഡിറ്ററി ഇമേജറി, കൈനസ്തറ്റിക് ഇമേജറി, 3 ഇമേജറി നിങ്ങൾക്ക് ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 3 ഇമേജറി ഉണ്ട്. എന്താണ് വിഷ്വൽ ഇമേജ്? കാണുന്നതാണ്, നമുക്ക് കാണുന്നത് പോലെ പറയുന്നതാണ് വിഷ്വൽ ഇമേജ്. ഓഡിറ്ററി ഇമേജ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് പോലെയാണ് പറയുന്നത്, കേൾക്കുന്നത് പോലെ ഇമേജസ് ഇഷ്ടം പോലെ ഒക്കെ ഉണ്ട്. ഇനി അടുത്ത് കൈനസ്തെറ്റിക് ഇമേജ് നോക്കുക. അതിന് സ്പെല്ലിംഗ് KINESTHETIC. അതെന്താണ് നോക്കുക. സെൻസ് ഓഫ് മൂവ്മെൻറ്റ് ഫോം എ ടൈപ്പ് ഓഫ് ഇമേജറി. മൂവ്മെൻറ്റിൻ്റെ ആണ്, അതായത് ചലനം തന്നെയാണ് കൈനസ്തെറ്റിക് ഇമേജറി എന്ന് പറയുന്നത്. അപ്പോൾ 3 ഇമേജറിയും നമുക്ക് കാണാൻ സാധിക്കും: വിഷ്വൽ, ഓഡിറ്ററി, കൈനസ്തെറ്റിക് ഇമേജ്. ഇപ്പോൾ സൈറ്റ് നോക്കുക. വിഷ്വൽ ഇമേജ് എന്തൊക്കെയാണെന്ന് കാണാവുന്നത്. ഗ്ലോഡ് ദ റിച്ച് വാല്യൂ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷാറ്റേഡ് ക്ലൗഡ്സ് പറയാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ റോക്കിംഗ് ഓൺ ദ ക്ലിഫ് പറയാൻ സാധിക്കും. വൈറ്റ് കാസ്കേഡ് പറയാൻ സാധിക്കും. പിന്നെ കറണ്ട്, പിന്നെ വേളിംഗ് ആൻഡ് ഫ്ലാഷിംഗ്, ദ ബിറ്റൺ വീലിംഗ് ഹിസ് സ്പൈറൽ വേ, ബ്ലൂ ലാക്ക് സിൽവർ ബീച്ച്. ഇതൊക്കെ നിങ്ങൾക്ക് സൗണ്ടിൽ പറയാം, സൈറ്റിൽ പറയാൻ സാധിക്കും. ഇനി സൗണ്ട്, ഡിസ്റ്റൻറ്റ് വാട്ടേഴ്സ് ഡാഷ്, അകലെയുള്ള വെള്ളത്തിൻ്റെ വീഴ്ച. പിന്നെ ബ്ലാസ്റ്റിംഗ് ഓഫ് ദി ഡാർക്ക് പൈൻ, ദ നോയ്സി ബിറ്റൺ. പിന്നെ അതിന് ഡാഷിംഗ് ഓൺ ഓഫ് ദി ഡിസ്റ്റൻറ്റ് വാട്ടർ, ദ മ്യൂസിക് ഓഫ് ദി വില്ലേജ് ബെൽ. പിന്നെ മെറി ഷൗട്ട് ഓഫ് ദി വൈൽഡ് ഹോൺ, സഡൻ ഷോട്ട്. ഇതൊക്കെ സൗണ്ടിൻ്റെ ഇമേജറീസാണ്. മൂവ്മെൻറ്റ്സിൻ്റെ ആണെങ്കിൽ വീൽഡിങ് സ്പൈറൽ വേ, പിന്നെ സൺ റിട്ടേണിങ് മാർച്ച്, ഗ്യാതറിങ് മിഡ് വേ, മേഘങ്ങൾ മിഡ് വേയിൽ ഗ്യാദർ ചെയ്യുന്നത്, ഷിഫ്റ്റിംഗ് ഗ്ലാൻസസ്, തന്നെ പോകുന്ന, റോക്കിംഗ് ഓൺ ദ ക്ലിഫ്, വാലിയിൽ ചെന്ന് മുട്ടുന്നത്. ഇതൊക്കെ മൂവ്മെൻറ്റ് വരണം. അപ്പോൾ ഈ ഇമേജറീസൂടെ നിങ്ങൾ നമ്മുടെ ഈ അപ്രീസിയേഷനിൽ എഴുതണം. അപ്രീസിയേഷൻ്റെ ഇവിടെ നിങ്ങൾക്ക് നോക്ക് 7-8 മാർക്കിന് ചോദിക്കുന്നത്. 1 ഇൻട്രഡക്ഷൻ 1 മാർക്കിന്, ബ്രീഫ് സമ്മറി 3 മാർക്കിന്, ഫീച്ചേഴ്സ്, സൗണ്ട് ഇഫക്റ്റ്, സിമ്പിൾസ് ഉള്ള കാര്യമൊക്കെ ഓർക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ സിമ്പിൾസ്, ഹെവൻസ്, വൈഡ് ആർച്ച് ആൻഡ് മൗണ്ടൻ സ്റ്റോപ്പസ്, ലാൻഡ്സസ് ഒക്കെ സിമ്പിൾസ് വരുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഫിഗുറേറ്റീവ് സ്പീച്ചസ്, അത് നമ്മൾ കഴിഞ്ഞതാണ് അല്പനേരത്തെ. പിന്നെ മെസ്സേജ് നമ്മൾ ആദ്യ ആക്ടിവിറ്റി 1 പറഞ്ഞു, ട്രാവൽ ആൻഡ് എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ കൺക്ലൂഡിങ് കമൻറ്റ്, എൻജോയ്മെൻറ്റ്, നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇത്രയും വന്നാൽ മാത്രമേ അത് ഫുൾ ആവുകയുള്ളൂ. അപ്പോൾ 30 മാർക്കിനുണ്ട് ചോദ്യമാണ് ഞാനിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി അയയ്ക്കുക. നിങ്ങൾക്ക് എഴുതി അയക്കാനുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് അറിയിക്കുക. എഴുതി അയച്ചാൽ അത് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്നും നിങ്ങൾക്ക് എന്തുമാത്രം തെറ്റുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും, കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ അടുത്ത് പറയാൻ ട്രാവലിൻ്റെ തന്നെയാണ്. ട്രിപ്പ് ഓഫ് ലീ ഹോർല എന്ന് പറയുന്ന ഒരു രസകരമായ ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ പുസ്തകത്തിൽ ഇതിൽ തന്നെ ലാസ്റ്റ് ഒരെണ്ണം പറഞ്ഞിരിക്കുന്നത് നോക്കുക. റീഡ് ആൻഡ് ഡിസ്കസ് ദ മോഡ്സ് ഓഫ് ട്രാവൽ ഡിഫർ സം വേ റിസൾട്ട് മോർ ഇൻറ്റൻസ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. അത് നമുക്ക് ട്രിപ്പ് ഓഫ് ലീ ഹോർലയിൽ വരുന്നതാണ്. അപ്പോൾ അവിടെ വെച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നിർത്തിയാണ് 30 മാർക്കിൻ്റെ ചോദ്യം തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എഴുതി എത്രയും വേഗം അറിയിക്കുക, അല്ലെങ്കിൽ എന്നെ അറിയിക്കുക എന്താ പ്രശ്നം എന്നുള്ള കാര്യം. ഓക്കെ, അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് നമ്മളെ വീഡിയോ ചാറ്റിൽ നിങ്ങൾ 1-2 പേർക്ക് വരുന്നുണ്ടെങ്കിൽ നിർത്തിയത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ മാസത്തൊരിക്കൽ ഒരു വീഡിയോ ചാറ്റ് വയ്ക്കാം, ആഴ്ച വേണ്ടെന്ന് വയ്ക്കാം. മാസത്തൊരിക്കൽ പരീക്ഷ കഴിയുമ്പോൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ ചാറ്റ് വയ്ക്കാം. അപ്പോൾ ഒരു മാസത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത് ചെയ്യാം. ഓൺലൈൻ ലൈവിൻ്റെ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് എന്താണ് നിങ്ങൾക്ക് ഉള്ള അസൗകര്യങ്ങളെന്നുള്ളത്. ഓക്കെ, താങ്ക് യു.